കൂറകൾ അല്ലെങ്കിൽ പാറ്റകളാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ വൈറൽ താരം. ആണവയുദ്ധം ഭസ്മീകരിച്ചാൽ പോലും അതിജീവിക്കുന്ന ഏക ജീവിവർഗമാണ് കൂറകൾ എന്നാണ് ശാസ്ത്രം. അപ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാലോ? പാറ്റകളോ കൂറകളോ അല്ല, അവരുടെ ശത്രുക്കളായ മനുഷ്യരാണ് അവരുടെ പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്നാണ് അതിൻ്റെ പേര്. മടിയന്മാർ, തൊഴിൽ രഹിതർ, മിനിമം 11 മണിക്കൂർ ഓൺലൈനിൽ ചെലവിടുന്നവർ, അധിക്ഷേപ പ്രഭാഷണം നടത്താൻ കേമത്തരമുള്ളവർ, ഇത്രയുമാണ് ഈ പാർട്ടിയിൽ അംഗമാകാനുള്ള യോഗ്യതകൾ. CJPയുടെ രൂപീകരണം കഴിഞ്ഞ് 7-8 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ 15 ദശലക്ഷമാണ് അതിനെ പിന്തുടർന്നവർ. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഫോളോവേഴ്സിൻ്റെ കണക്കുകളാണിത്. 12 വർഷമായി അധികാരത്തിലിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന BJPക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരാഴ്ച കൊണ്ട് ഈ കൂറകൾ സോഷ്യൽ മീഡിയയിൽ നേടിയെടുത്തു. ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിൽ 3000-ലധികം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന യുവാക്കളുടെ പാർട്ടി മാസ് എൻട്രി കാണിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അതിൻ്റെ ട്രിഗർ. ഈ കഴിഞ്ഞ മെയ് 15-ന് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പച്ച മലയാളത്തിൽ പറഞ്ഞ വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന കൂറകളെ പോലെയുള്ള യുവജനങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ആക്ടിവിസ്റ്റുകളാകുന്നു. ചിലർ സോഷ്യൽ മീഡിയ വിവരാവകാശ പ്രവർത്തകരായി മാറുന്നു. എന്നിട്ട് അവർ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ അഭിജിത്ത് ദീപ്കെ എന്ന ചെറുപ്പക്കാരന് ഒട്ടും സുഖിച്ചില്ല. അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന യുവാവാണ് ദീപ്കെ. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനോടുള്ള പ്രതിഷേധ സൂചകമായി കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നതായി അദ്ദേഹം എക്സിലൂടെ പ്രഖ്യാപിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ 40,000-ലധികം പേരാണ് പാർട്ടിയിൽ ചേർന്നത്. 5 ദിവസത്തിനുള്ളിൽ 15 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ നേടാനായി. BJP, കോൺഗ്രസ് പോലുള്ള ദേശീയ പാർട്ടികളുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളുടെ ഫോളോവേഴ്സിന്റെ എണ്ണത്തെ നിസ്സാരമായി ഈ പാർട്ടികൾ മറികടന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് തന്റെ നിരീക്ഷണത്തിൽ ക്ലാരിഫിക്കേഷൻ പോലും നൽകേണ്ടി വന്നു. രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കളെയല്ല, വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തേക്ക് കടന്നു വരുന്ന വ്യക്തികളെയാണ് താൻ വിമർശിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ. സംഭവം വൈറലായതോടെ 40,000-ലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന CJPയുടെ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. നിയമപരമായ ആവശ്യപ്രകാരം ഇന്ത്യയിലെ അക്കൗണ്ടിന്റെ ആക്സസ് തടഞ്ഞു വെച്ചു. അതോടെ കോക്രോച്ച് അഥവാ പാറ്റ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലെ സാമൂഹ്യ മാനങ്ങളായി ചർച്ച. ചരിത്രത്തിലുടനീളം മാറ്റി നിർത്തപ്പെട്ടവരെയും ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവരെയും ആക്ഷേപിക്കാൻ ഈ പദം ഉപയോഗിച്ചതായി കാണാം. അതിനാൽ ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശം നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ജെൻസിക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇന്ത്യൻ രാഷ്ട്രീയം ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ വെർച്വൽ സറ്റേറിക്കൽ പ്രതിഷേധമാണ് ഈ കാണുന്നത്. ശശി തരൂർ തന്റെ എക്സ് അക്കൗണ്ടിൽ അക്കാര്യം പങ്കുവയ്ക്കുന്നുണ്ട്. അൽഗോരിതങ്ങൾ നയിക്കുന്ന ജെൻസി ബ്രെയിനെ മനസ്സിലാക്കാൻ ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നതിന്റെ ആകാംക്ഷ തരൂരിന്റെ വാക്കുകൾ നമുക്ക് കാണാം. തൊഴിലില്ലായ്മ ഒരു സിസ്റ്റമാറ്റിക് ഫെയിലിയറായി കാണാതെ ഇൻഡിവിജ്വൽ ഫെയിലിയറായി ചിത്രീകരിക്കാനുള്ള ജുഡീഷ്യറിയുടെ ഈ ശ്രമം അപലപനീയം തന്നെ. CJPയുടെ അലയടികൾ ഡിജിറ്റൽ ലോകത്ത് മാത്രമേ ഒതുങ്ങുമോ അതോ അത് പുറത്തേക്കും വ്യാപിക്കുമോ എന്ന് കണ്ടറിയണം.